So second lesson is about making a powerful presentation. I think you all might have seen the presentations while taking classes, and also some teachers will give any presentation. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവര് സ്ക്രീനിൽ നിങ്ങൾക്ക് അതായത് LCD ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്? ഓക്കെ. So you have learned how to make a simple presentation with the text and pictures. In 5th standard, I brought a computer in the class and showed you. നിങ്ങളുടെ പേരൊക്കെ എഴുതുന്നതും അത് കളർ ചേഞ്ച് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കാണിച്ചു തന്നതാണ് അല്ലേ? Do you remember that last year? Okay. So like the same way, but today people expect more from presentations. They want sound. At that we didn't have sound and all. Just writing, coloring, making big or large or small like that and all. അങ്ങനെ വലുതും ചെറുതും ഒക്കെ ആക്കുന്നതായിരുന്നു നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ടോ എന്തിനെങ്കിലും ഒരു പ്രൊമോ വരുമ്പോൾ ഫസ്റ്റ് അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയില്, സൗണ്ട്, വേറെ കുറെ സീനുകള് അങ്ങനെയൊക്കെ കാണാം. നമുക്ക് അറിയാം യൂട്യൂബിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ ലിങ്ക് ക്ലാസിന്റെ അല്ല നമ്മുടെ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ലിങ്ക് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതിൽ ഫസ്റ്റ് നമ്മുടെ സ്കൂളിന്റെ പരസ്യമൊക്കെ ആയിട്ട് കാണിക്കാം അല്ലേ? ആഡ് എക്സ്ട്രാ വിത്ത് ദാറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ സ്കൂളിന്റെ? നിങ്ങൾ കിച്ചൺ ഷോയിലൊക്കെ പങ്കെടുത്തപ്പോൾ അതിന്റെയൊക്കെ ലിങ്ക് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? Do you remember that? Then when we conducted that Kalolsavam, did you watch that and all? Ashwin and all, did you watch that? നമ്മൾ കുട്ടികളുടെ കലോത്സവം ഇവിടെ നടത്തിയില്ലായിരുന്നോ നമ്മള് ഡ്യൂറിങ് കൊറോണ സീസൺ സ്കൂൾ വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനിവേഴ്സറി പോലെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ? Hadn't and all not responding. Have you not seen that and all? കണ്ടതല്ലായിരുന്നോ? അപ്പൊ അതില് ഫസ്റ്റ് നമ്മൾ Afros, don't unmute in between the class. Okay. So, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ അതില് കുറെ എക്സ്ട്രാ കുറച്ച് ഡാൻസ് കളിക്കുന്ന പോലത്തെയോ തിരുവാതിര കളിക്കുന്ന പോലത്തെ എന്തൊക്കെയോ പിക്ചേഴ്സുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തായിരുന്നു അല്ലെ? പരസ്യം പോലെ ജസ്റ്റ് ബിഗിനിങ്ങില്. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാം അങ്ങനെയായിരുന്നു നമ്മൾ അന്ന് കണ്ടത് അല്ലെ? That is called presentation. So they want sounds, movies, animation and other special effects. So ഈ ഇഫക്റ്റ് ചെയ്ത് നമ്മൾ ഒരു പ്രസന്റ് ചെയ്യുന്നതിന് നമ്മള് പവർഫുൾ പ്രസന്റേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. You can animate text, graphics and other objects on your slides. This helps to highlight important points and make the presentation interesting. So suppose അന്ന് നമ്മളുടെ കിച്ചൺ ഷോ നിങ്ങൾ how many of you participated in that kitchen show? Just raise the hand. Nobody. ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നോ? ഹലീമ only. Then who else? വേറെ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല നമ്മുടെ കിച്ചൺ ഷോയില്? ഹരിനന്ദൻ did not participate? No. Okay. Heaven's sister participated. Heaven also? Did you participate, Heaven? Heaven participated. I didn't hear. Video deleted. I'm not asking about the video, my dear. Did you participate? I am asking. നീ പങ്കെടുത്തിരുന്നോ? അല്ല മിസ്, പങ്കെടുക്കേണ്ട വീഡിയോ അത് ഡിലീറ്റ് ആയി പോയി. Okay, your sister participated, I think. Yes, okay. See, if you have seen that videos in YouTube links, YouTube ലിങ്കില് കുട്ടികളുടെ ആ പാർട്ടിസിപ്പേഷന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചൺ ഷോ, then our anniversary programs and all. അഫ്രോസ് ആരാ ഡിസ്റ്റർബ് ചെയ്യുന്ന? ഇടയ്ക്ക് വന്ന് മ്യൂട്ട് ചെയ്ത് ക്ലാസ് ഡിസ്റ്റർബ് ആക്കുന്നേ ബ്രദറാ? ഓക്കെ, ഐ ഹാവ് മ്യൂട്ടഡ് യുവർ സെൽഫ്, മ്യൂട്ടഡ് യു ഓൾ. സൗണ്ട് വരില്ല കേട്ടോ. ഓക്കെ, സാരമില്ല. ഇൻ ദാറ്റ് വീഡിയോ യു സോ ഫസ്റ്റ് അവർ സ്കൂളിന്റെ ഒരു പരസ്യം, ഒരു പ്രൊമോ വരുന്നതും പിന്നെ നിങ്ങളുടെ കിച്ചൺ ഷോയിനെ കുറിച്ചുള്ള ഇതൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ? അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ചെയ്യാൻ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ പറ്റും. ഇഫ് യു ഹാവ് വാച്ച്ഡ് എ മൂവി
ഫസ്റ്റ് ആ മൂവിയുടെ കുറെ ഇത് സൗണ്ട് ഇഫക്ട്സ്, ഫൈറ്റിങ്സ്, ദെൻ ഡയറക്ഷൻസ്, അതിന്റെ എല്ലാം പേരും ഒക്കെ കൊടുത്തിട്ട് പരസ്യം പോലെ ഇങ്ങനെ ആദ്യ ഭാഗങ്ങളൊക്കെ കാണിക്കും അല്ലെ? അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ നൗ ഡേയ്സ് പീപ്പിൾ ലൈക്സ് ടു ഹാവ് സച്ച് പ്രസന്റേഷൻസ്. അങ്ങനെയുള്ള പ്രസന്റേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാർക്ക്. പഴയ കാലത്ത്, ആദ്യത്തെ കാലത്ത് അങ്ങനെയല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പാടെ ഇങ്ങനെ നമ്മുടെ കിച്ചൺ ഷോയിലെ കുക്കിംഗ് പാർട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയില്ല. ഫസ്റ്റ് വി ഹാവ് ടു get an introduction and all. So adding sound, how to add sound to a presentation theme. You can make a presentation livelier by adding sound to a slide. When sound is music, sound or music is inserted, a sound icon appears on the slide. So I was trying to show you a slide, but it is not there. Today I could not. In the next class I will show. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ആ സൗണ്ട്. അഫ്രോസ്, ക്യാൻ യു ഹിയർ? അഫ്രോസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അഫ്രോസ്, ക്യാൻ യു ഹിയർ? ഷോ മീ തമ്പിൽ ദിസ് വേ. അഫ്രോസ് സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ എന്താ ഇടയ്ക്കൊരു ഒന്ന് കേൾക്കാൻ പറ്റാ? ഞാൻ വിചാരിച്ചു കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്താ പ്രശ്നം? മോന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വെയിറ്റ് എ മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആവുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് നെറ്റ്വർക്ക് പ്രോബ്ലം. സാരമില്ല, വോയിസ് പിന്നെ കിട്ടും കേട്ടോ. First, how to add sound to a presentation. First, we have to click on the slide. Slide, നമ്മൾ ഏത് സ്ലൈഡ് ആണോ സെലക്ട് ചെയ്തത്, ഏത് വീഡിയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ സെലക്ട് ചെയ്തത്, ഫസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്. And from the insert tab, click on audio from the media group. So there is an option for audio. Media group il audio എന്നൊരു ഓപ്ഷൻ ഉണ്ട്. We have to click on that. Then see അവിടെ ഫിഗറിൽ നമുക്ക് എന്തിന്റെ പേജ് നമ്പർ 11 click on the audio. Then first have to select the slide. Then we have to click on the insert tab, audio from the media group. Media group il audio onnalla option click cheya. Choose clip art audio from drop down menu. ഇവിടെ ചിത്രത്തിൽ കാണാം. ഇവിടെ ആ ഹിയർ സീ, ഇവിടെ ആ പിക്ചറിൽ ഒരു എന്താ പറയണ്ടേ, ഇതിന് ഒരു മൈക്കിന്റെ കോളാമ്പി പോലുള്ള ഒരു ഫിഗർ സൗണ്ടിന്റെ കണ്ടോ? സോ വി ഹാവ് ടു ക്ലിക്ക് ദാറ്റ് സൈഡില് സിമ്പിൾസ് ഒക്കെ കഴിഞ്ഞ് ഓഡിയോ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് സ്ക്രീൻ ഞാൻ ഇതിൽ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് സംഭവം ശരിയായിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തന്നെയായിരുന്നു. ഓക്കെ, ഞാൻ അടുത്ത നെക്സ്റ്റ് ദിവസം ഞാനത് കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്ത് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. From clip art task pans, from clip art we have to select the audio from the drop down menu. Then the clip art task pan opens. Double click on the sound clip to be inserted from the list. അപ്പൊ അതിനകത്തുള്ള ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ലൈക്ക് ലാസ്റ്റ് ടൈം കമ്പ്യൂട്ടർ ഉണ്ടെന്നൊരു നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ കാണിച്ച് ക്ലിയർ ആക്കി തരാം. ഞാൻ അടുത്ത ദിവസം എന്തായാലും കാണിക്കാം കേട്ടോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. സൗണ്ട് ഐക്കോൺ അപ്പിയേഴ്സ്. സൗണ്ട് ഐക്കോൺ ആണെന്ന് എന്നെ കാണിച്ചിരുന്ന മൈക്ക് പോലത്തെ ഒരു സാധനം. ഓൺ ദി സ്ലൈഡ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇറ്റ് ടു എനി ലൊക്കേഷൻ ഓൺ ദി സ്ലൈഡ്. അതാ ഇപ്പുറത്തെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, മൈക്കിന്റെ ചിത്രം ഉണ്ട്. അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ചാൽ മതി. അശ്വിൻ വേർ ആർ യു ലുക്കിംഗ്? To play the sound during the presentation, click on the icon.
അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഷോയുടെ എവിടെയാണോ നമുക്ക് സൗണ്ട് വെക്കേണ്ടത് ആ പ്ലേയുടെ ആ സമയത്ത് പ്രസന്റേഷന്റെ സമയത്ത് അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വരുമ്പോൾ നമ്മൾ പ്ലേ ചെയ്താൽ മതി. ആഡിങ് സൗണ്ട് ഫ്രം ഫയൽ. ഇനി ഫയലിലുള്ള ഒരു സൗണ്ട് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മ്യൂസിക്സ് ഒക്കെ ഇടാറുണ്ട്. ഒരു അറിയിപ്പിന്റെ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് കൊടുക്കാറുണ്ട്. ഇഫ് യു വാണ്ട് ടു ഡു സച്ച് ടൈപ്സ്, ക്ലിക്ക് ഓൺ ദ സ്ലൈഡ് യു വാണ്ട് ടു ആഡ് ദ സൗണ്ട് ടു. First we have to click on the slide. Slide എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ. From the insert tab, click on audio and then audio from file from the media group of commands. Same way തന്നെ insert ടാബില് ഓഡിയോ ക്ലിക്ക് ചെയ്യണം. ആൻഡ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ഫ്രം ഫയൽ, ഫയലിൽ നിന്ന് ഓഡിയോ ക്ലിക്ക് ചെയ്യുന്ന ആ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ടറിലുള്ള ഒരു സൗണ്ട്, ഫയലിലുള്ള ഒരു സൗണ്ട് വരും. Audio from file from the media group of commands. The insert audio dialog box appears. The ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പേജ് നമ്പർ 12 ചിത്രം. See in your text book, all of you. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ചിത്രത്തില് മൈ ഡോക്യുമെന്റ്സ്, അതില് കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ട് ആ ഫയലിലുള്ള ഡോക്യുമെന്റ്സിലുള്ള ഒരു ഇതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും. ഓഡിയോ ഫയൽസ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് അടുത്ത ദിവസം ഞാൻ ഇന്ന് ഇതാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നെ അന്ന് കാണിക്കും, മനസ്സിലാവും. നെക്സ്റ്റ് സെലക്ട് ദ സൗണ്ട് ഫയൽ ടു ബി ഇൻസേർട്ടഡ്, ക്ലിക്ക് ഓൺ ദി ഇൻസേർട്ട് ബട്ടൺ. അപ്പം then we have to select the sound file to be inserted and then insert. Click on the insert button. Insert button click ചെയ്യുക. A sound icon appears on the slide. ആ മൈക്ക് പോലെ തന്നെ ഇതാ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇത് കാണിക്കും, ഒരു ഫിഗർ കാണിക്കും. Click and drag it to any location on the slide. To play the sound during the presentation, click on the icon. അപ്പൊ നമുക്ക് ആ ഒരു മൈക്കിന്റെ ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മൾ എവിടെ കൊണ്ട് വെച്ചേക്കാം. എന്നിട്ട് ഓരോ പ്രസന്റേഷന്റെ പകുതി ആകുമ്പോൾ അതില് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ആ ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത്, ഐക്കോൺ മീൻസ് വാട്ട്? ഐക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നമ്മളെ കാണിച്ച ഇതുപോലത്തെ ചിത്രം പോലത്തെ ഇതിന്റെ സിമ്പിള്, ഇതാണ് ഐക്കോണ്. ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ പ്രസന്റേഷന്റെ ഏത് സമയത്താണോ നമുക്ക് സോങ് അല്ലെങ്കിൽ സൗണ്ട് ആവശ്യമായിട്ട് വരുന്നത്, then at that time we have to click on that icon which we have dragged to the stage or the screen. ഇനി adding your own voice. Now this is now we have studied this much how we have to add sound from the file. ഈ ഫയലിലുള്ള സൗണ്ടുകൾ എങ്ങനെ ആഡ് ചെയ്യാന്നാണ്. ഇനി now if you want to add your own voice, നിങ്ങളുടെ തന്നെ ശബ്ദം ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ you can also add your voice to a slide. This can be commentary or narration on your presentation. നിങ്ങൾ ഈ അനൗൺസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദ അനൗൺസ്മെന്റ് അബൌട്ട് ഫുട്ബോൾ ഓർ ദ ഫെസ്റ്റിവൽസ് ഇൻ ടെമ്പിൾസ്, ചർച്ച് ഫെസ്റ്റിവൽസ് ഓർ സം പ്രോഗ്രാംസ് ആൻഡ് ഓൾ? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനൗൺസ്മെന്റ് നടത്തുന്നത്? ഓക്കെ, ഇനി അത് സാധാരണ നമുക്ക് വോയിസ് മാത്രമേ കേൾക്കാറുള്ളൂ അല്ലേ? ഇനി നമുക്ക് വേറെ പ്രസന്റേഷൻ ഉണ്ടെന്നൊരുവിൽ എന്തെങ്കിലും സ്ലൈഡ് ഷോയിൽ ഇടയ്ക്ക് നമ്മുടെ സൗണ്ടും കൂടെ വരേണ്ടതായിട്ടുണ്ടെങ്കിൽ this can be commentary or narration on your presentation. To record your voice, you need to have a microphone attached to the computer. To record your voice, follow the steps. So നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നൊരിക്കൽ നിങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു മൈക്രോഫോൺ should be attached. Have you ever recorded your voice in your mobile phones? Not in WhatsApp. Voice recorder is there. Have you ever recorded your voice in the voice recorder in your in your mobile phone? ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ പേര്. Okay. Justice. How to do that? എങ്ങനെ ചെയ്യുന്നത്? വോയിസ് റെക്കോർഡ് എടുക്കുക ആദ്യം. കഴിഞ്ഞിട്ട് റെക്കോർഡിന്റെ ചിഹ്നം ഒരു റെഡ് സർക്കിളിൽ ചുമന്ന കാര്യം അത്
How to make a sound means or to sing or then otherwise we have to speak sound നമ്മൾ ആക്കുക എന്നിട്ട് സേവ് ഒരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിനിഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സേവ് ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ സേവിന് കൊടുക്കുക അല്ലെ അത് നമ്മുടെ മൊബൈലിൽ നമ്മൾ നമ്മുടെ സൗണ്ട് പാട്ടൊക്കെ പാടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ വോയിസ് വിടുന്നത് വേറെ ഇത് വേറെ ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് ആ സൗണ്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഫ്രം ദ വോയിസ് റെക്കോർഡർ വി ക്യാൻ ടേക്ക് ദ വോയിസ് ക്ലിപ്പ് ഓക്കെ you can also add your voice to a slide. This can be a commentary or narration on your presentation. To record your voice you need for that we need in mobile there is an app അത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വോയിസ് റെക്കോർഡർ എന്നും പറഞ്ഞുകൊണ്ട് ബട്ട് ഫോർ കമ്പ്യൂട്ടർ വി നീഡ് വോയിസ് റെക്കോർഡർ ഓർ മൈക്രോഫോൺ ഒരു മൈക്രോഫോൺ അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കണം എങ്കിലേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ നമ്മുടെ ഈ ലാപ്പിൽ അങ്ങനത്തെ ഇതില്ല അതുകൊണ്ട് അത് പറ്റത്തില്ല ഇതിന്റെ കൂടുതൽ ഒരു മൈക്രോഫോൺ കൂടി അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നമ്മുടെ സൗണ്ട് റെക്കോർഡഡ് ആയിരിക്കും ക്ലിക്ക് ഓൺ ദ സ്ലൈഡ് യു വാണ്ട് ടു ആഡ് എ റെക്കോർഡിംഗ് ടു ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ സ്ലൈഡില് ദെൻ ഫ്രം ദ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ഓൺ ഓഡിയോ ആൻഡ് ദെൻ റെക്കോർഡ് ഓഡിയോ ഫ്രം ദ മീഡിയ ഗ്രൂപ്പ് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് സോ വി ഹാവ് ടു click on that record audio മറ്റത് നമ്മൾ ഓൾറെഡി ഉള്ള ഫയലാണ് എടുക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ടാമത് ഇപ്പം പറയുന്നത് നമുക്ക് ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ആദ്യം നമ്മൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇൻസേർട്ടിൽ പോവുക ഇൻസേർട്ടിൽ നിന്ന് ഓഡിയോ ക്ലിക്ക് ചെയ്യുക ഓഡിയോയില് റെക്കോർഡ് ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് മീഡിയ ഗ്രൂപ്പിലാണുള്ളത് മീഡിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ഓഡിയോ ഓപ്ഷൻ എടുക്കുക ദെൻ the record sound dialog box appears അപ്പൊ അവിടെ ഇതാ നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ കാണുന്ന പോലെ ഒരു ഓപ്ഷൻ ആണ് കാണുന്നത് പേജ് നമ്പർ 13 പേജ് നമ്പർ 13 ആ ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കേ പ്ലേ സ്റ്റോപ്പ് റെക്കോർഡ് ലൈക്ക് ദാറ്റ് വേ ഓപ്ഷൻസ് ആർ there did you see that കണ്ടോ ഓക്കെ അപ്പൊ ആ സൗണ്ടുകൾ അത് നമ്മുടെ സാധാരണ മൊബൈലിൽ കാണിക്കുന്ന അതേ ഇത് തന്നെയാണ് പ്ലേയുടെ സിമ്പല് സ്റ്റോപ്പ് റെക്കോർഡ് ലൈക്ക് ദാറ്റ് വേ ഇവിടെ ആരായിരുന്നു മുമ്പേ പറഞ്ഞാലും ജസ്റ്റിസ് അല്ലായിരുന്നു പറഞ്ഞത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട് മിന്നി ഇരിക്കും അല്ലെ കണ്ടിട്ടുണ്ടോ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ റെക്കോർഡ് സൗണ്ട് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ് then click on the record button and then begin speaking into the microphone എന്നിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ സംസാരിക്കണം മൈക്രോഫോണിൽ കൂടെ സംസാരിക്കണം അപ്പൊ അതിവിടെ നമ്മുടെ സ്ലൈഡിന്റെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടാവും വരും ഓക്കെ ക്ലിക്ക് ഓൺ ദ സ്റ്റോപ്പ് ബട്ടൺ വെൻ യു ഹാവ് ഫിനിഷ്ഡ് നമുക്കിപ്പോ ഒരു പാട്ടിന്റെ 4 ലൈനേ പാടേണ്ടതുള്ളൂ ആ 4 ലൈൻ കഴിയുമ്പോൾ സ്റ്റോപ്പിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു സ്റ്റോപ്പ് ഓപ്ഷൻ കണ്ടായിരുന്നോ ഓക്കെ ടു ലിസൺ ടു ദ റെക്കോർഡ് വോയിസ് ക്ലിക്ക് ഓൺ ദ പ്ലേ ബട്ടൺ ആൻഡ് ഇഫ് യു വാണ്ട് ടു ലിസൺ ദാറ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്ട് യു ഹാവ് റെക്കോർഡഡ് ഇഫ് യു വാണ്ട് ടു ലിസൺ ക്ലിക്ക് ഓൺ ദി പ്ലേ ബട്ടൺ then click on the OK button to insert the recording അതിനുശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സൈഡിൽ OK ബട്ടൺ കിടപ്പുണ്ട് കണ്ടോ OK ബട്ടൺ ആ ഫിഗറിൽ കാണാം ക്ലിക്ക് ഓൺ ദി OK ബട്ടൺ ഷാനിഫ് is so happy today okay so we have left 8 more minutes I think if I share the screen only you will understand properly ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളെ കാണിച്ചാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു the next class I will share it ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ അത് ഷെയർ ചെയ്ത് കാണിച്ചു തന്നെ പഠിപ്പിക്കാം നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത് ചെയ്യാത്ത ഒരു കാര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല so shall we wind up the class now ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ദിവസം നമുക്കത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് okay bye then and once again I am reminding those who have to submit the notes should submit today itself okay bye